എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ നല്ല ശമ്പളത്തിൽ സ്ഥിര ജോലി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൽ സ്ഥിരം ജോലി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ ജൂനിയർ കെമിസ്റ്റ്, ജൂനിയർ സൂപ്രണ്ട്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, ബിസിനസ് അസിസ്റ്റൻറ്റ്, ഓപ്പറേറ്റർ ടെക്നീഷ്യൻ, ജൂനിയർ എഞ്ചിനീയർ, ഫോർമൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മൊത്തം 391 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി ഓഗസ്റ്റ് 8, 2024 മുതൽ സെപ്റ്റംബർ 7, 2024 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ജോബ് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ. സ്ഥാപനത്തിൻ്റെ പേര് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഈ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് നിയമനരീതി. തസ്തികയുടെ പേര് ജൂനിയർ കെമിസ്റ്റ്, ജൂനിയർ സൂപ്രണ്ട്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട് അസിസ്റ്റൻറ്റ്, ബിസിനസ് അസിസ്റ്റൻറ്റ്, ഓപ്പറേറ്റർ ടെക്നീഷ്യൻ, ജൂനിയർ എഞ്ചിനീയർ, ഫോർമൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്നിങ്ങനെയാണ്. ഒഴിവുകളുടെ എണ്ണം 391. ജോലിസ്ഥലം ആൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ 24,500 രൂപ മുതൽ ലഭിക്കുന്നതാണ്. പിന്നീട് 1,38,000 വരെ നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്ന നല്ലൊരു ജോബ് കൂടിയാണിത്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 8 ഓഗസ്റ്റ് 2024. അപേക്ഷിക്കേണ്ട അവസാന തീയതി 7 സെപ്റ്റംബർ 2024. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ്, തസ്തികയുടെ പേര്, ഒഴിവുകളുടെ എണ്ണം, ശമ്പളം എന്നിങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജൂനിയർ എഞ്ചിനീയർ എന്ന പോസ്റ്റിൻ്റെ ഒഴിവ് വന്നിട്ടുള്ളത് 3. ശമ്പളം 35,000 സ്റ്റാർട്ടിങ്ങിൽ, പിന്നീട് 1,38,000 വരെ ലഭിക്കുന്നതാണ്. ഫോർമൽ വാക്കൻസി വന്നിട്ടുള്ളത് 21. 29,000 സ്റ്റാർട്ടിങ്ങിൽ സാലറി ലഭിക്കും, പിന്നീട് 1,20,000 വരെ ലഭിക്കുന്നതാണ്. ജൂനിയർ കെമിസ്റ്റ് എന്ന പോസ്റ്റിൻ്റെ വാക്കൻസിയാണ് 8. ശമ്പളം 29,000 സ്റ്റാർട്ടിങ്ങിൽ, പിന്നീട് 1,20,000 വരെ. ജൂനിയർ സൂപ്രണ്ട് വാക്കൻസി വന്നിട്ടുള്ളത് 5. ശമ്പളം 29,000 സ്റ്റാർട്ടിങ്ങിൽ, പിന്നീട് 1,20,000 വരെ. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 3 വാക്കൻസിയാണ് ഉള്ളത്. 24,500 സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും, 90,000 വരെ പിന്നീട് ശമ്പളം കൂടി കിട്ടുന്നതാണ്. ജൂനിയർ അക്കൗണ്ടൻറ്റ് 14 വാക്കൻസിയാണ് ഉള്ളത്. ശമ്പളം 29,000 ആണ് സ്റ്റാർട്ടിങ്ങിൽ, പിന്നീട് 1,20,000 വരെ കൂടുതലായി ലഭിക്കുന്നതാണ്. അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിൻ്റെ വാക്കൻസി 13. സാലറി 24,500 സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും, 90,000 വരെ കൂടുതലായി ലഭിക്കുന്നതാണ്. ബിസിനസ് അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിൻ്റെ വാക്കൻസി 65. സാലറി 24,500, പിന്നീട് 90,000 വരെ ലഭിക്കുന്നതാണ്. ഓപ്പറേറ്റർ 81 വാക്കൻസി വന്നിട്ടുണ്ട്. 24,500 ആണ് സാലറി, പിന്നീട് 90,000 വരെ കൂടുതലായി ലഭിക്കുന്നതാണ്. ടെക്നീഷ്യൻ എന്ന പോസ്റ്റിൻ്റെ വാക്കൻസി 139 ആണ്. സാലറി 24,500, പിന്നീട് 90,000 വരെ കൂടുതലായി ലഭിക്കുന്നതാണ്. വാക്കൻസികളൊന്നും നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക. ഓരോ പോസ്റ്റിലേക്കും ഓരോ വാക്കൻസിയാണ്. വാക്കൻസി കൂടുതലില്ല എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. സോ മാക്സിമം നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ഓരോ തസ്തികയ്ക്ക് അനുസരിച്ച് ഏജ് ലിമിറ്റിലും വ്യത്യാസമുണ്ട്. നോക്കാം.
ജൂനിയർ എഞ്ചിനീയർ എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി 45 വയസ്സാണ്. ഫോർമൽ 28-33, 28-നും 33-നും അതേ ഏജ് ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ജൂനിയർ സൂപ്രണ്ട്, ജൂനിയർ കെമിസ്റ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് 28 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഓപ്പറേറ്റർ, ടെക്നീഷ്യൻ, അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ്, ബിസിനസ് അസിസ്റ്റൻ്റ് 26 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. വിദ്യാഭ്യാസ യോഗ്യത. തസ്തികയുടെ പേരാണ് ജൂനിയർ എഞ്ചിനീയർ. എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കെമിക്കൽ, പെട്രോകെമിക്കൽ, കെമിക്കൽ ടെക്നോളജി കുറഞ്ഞത് 60% മാർക്കോടെ കുറഞ്ഞത് 8 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്നാണ് പറയുന്നത്. 8 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നെക്സ്റ്റ്, ജൂനിയർ എഞ്ചിനീയർ. എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഉൽപ്പാദനവും വ്യവസായികവും, നിർമ്മാണം മെക്കാനിക്കൽ, കൂടെ ഓട്ടോമൊബൈൽ കുറഞ്ഞത് 60% മാർക്ക്, കുറഞ്ഞത് 8 വർഷത്തെ പ്രവൃത്തി പരിചയം. 8 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ. ജൂനിയർ കെമിസ്റ്റ് എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ബിരുദാനന്തര ബിരുദം, MSc, കുറഞ്ഞത് 2ന്റെ രസതന്ത്രം, കൂടെ വർഷങ്ങളുടെ കാലാവധി കുറഞ്ഞത് 55% മാർക്ക്, കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്ന തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷനാണ് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ തത്തുല്യം അല്ലെങ്കിൽ മാസ്റ്റർ ബിരുദം വാണിജ്യം, MCom, കൂടെ കുറഞ്ഞത് 2 വർഷം, കുറഞ്ഞത് 60% മാർക്ക്, കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണമെന്നാണ് പറയുന്നത്. ഫോർമൻ എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നു. ജൂനിയർ സൂപ്രണ്ട് എന്ന തസ്തികയുടെ ക്വാളിഫിക്കേഷനാണ് ബാച്ചിലർ ബിരുദം, കുറഞ്ഞത് 3 വർഷത്തെ കാലാവധി. ഹിന്ദി സാഹിത്യം, ഹിന്ദിയിൽ കുറഞ്ഞത് 55% മാർക്കോടെ ബിരുദ സർട്ടിഫിക്കറ്റ് വ്യക്തമായി സൂചിപ്പിക്കണം. ബാച്ചിലർ ബിരുദം നേടിയിട്ടുണ്ട് ഹിന്ദിയിൽ. അവാർഡ് സാഹിത്യം, ഹിന്ദി സ്ഥാനാർത്ഥികൾക്ക് അടിസ്ഥാന അറിവും കഴിവുകളും ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ, MS ഓഫീസ് മുതലായവ. ഓഫീസിൽ പരിസ്ഥിതി, കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. മെട്രിക് പാസ്സായ ITI വ്യാപാരം, ദേശീയ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, 2ാം ക്ലാസ് ബോയിലറും അറ്റൻഡ് സർട്ടിഫിക്കറ്റ് കഴിവ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം, BSc എന്നീ വിഷയങ്ങളോടൊപ്പം ഫിസിക്സ്, കെമിസ്ട്രി, കൂടെ ഗണിതം കുറഞ്ഞത് 55% മാർക്ക്, കൂടാതെ 2ാം ക്ലാസ് ബോയിലർ അറ്റൻഡ് യോഗ്യതാ സർട്ടിഫിക്കറ്റ്, കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, അക്കൗണ്ട് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ബിരുദം, കുറഞ്ഞത് 3 വർഷത്തെ കാലാവധി, കൊമേഴ്സിൽ BCom, കുറഞ്ഞത് 55% മാർക്ക് സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. അടിസ്ഥാന അറിവും കഴിവുകളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ, MS ഓഫീസ്, Excel, PowerPoint, വാക്ക് മുതലായവ. ഓഫീസിൽ പരിസ്ഥിതി, കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി വേണം. നെക്സ്റ്റ്, ബിസിനസ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ബാച്ചിലർ ബിരുദം, കുറഞ്ഞത് 3 വർഷത്തെ കാലാവധി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBA, BBS, BBM, കൂടാതെ കുറഞ്ഞത് 55% മാർക്ക്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ, MS ഓഫീസ്, Excel, PowerPoint, വാക്ക് മുതലായവ. ഓഫീസിൽ പരിസ്ഥിതി, കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി പറയുന്നുണ്ട്. ഇതിൽ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ വ്യത്യസ്തമാണ്, നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്,
ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ജനറൽ, EWS ആൻഡ് OBC കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 50 രൂപയാണ് അപേക്ഷാ ഫീസ്. നെക്സ്റ്റ്, SC ST PWB കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ നൽകേണ്ടതില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ്. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും എലിജിബിലിറ്റി ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.